നമസ്കാരം, എല്ലാവർക്കും ദീക്ഷ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 തുല്യത ഇംഗ്ലീഷ് വിഷയത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ദ ബ്രൂക്ലിൻ ബ്രിഡ്ജിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പാഠത്തിൻ്റെ സമ്മറി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും കാണുക. ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ ഐഡിയ ദാറ്റ് ഇൻസ്പയർഡ് ജോൺ റോബ്ലിംഗ്? ജോൺ റോബ്ലിങ്ങിന് പ്രചോദനമായ ആശയം എന്താണ്? നോക്കാം. ജോൺ റോബ്ലിംഗ് വാസ് ഇൻസ്പയർഡ് ബൈ ആൻ ഐഡിയ. ജോൺ റോബ്ലിംഗ് ഒരാശയത്തിൽ പ്രചോദനം ഉൾക്കൊണ്ട് എന്താണ് ആശയം? ബിൽഡിംഗ് എ മാഗ്നിഫിഷ്യൻറ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ്, അല്ലേ? ഒരു മഹത്തായ തൂക്കുപാലം നിർമ്മിക്കുക എന്ന ആശയമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കണക്റ്റിംഗ്, എവിടെയൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? ന്യൂയോർക്ക് വിത്ത് ദ ലോങ് ഐലൻഡ്. ന്യൂയോർക്കിനെയും ലോങ് ഐലൻഡിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ശ്രേഷ്ഠമായ തൂക്കുപാലം നിർമ്മിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആശയം. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ എക്സ്പേർട്സ് റെസ്പോണ്ട് ടു ജോൺസ് ഐഡിയ? ജോണിൻ്റെ ഐഡിയയോട് എങ്ങനെയാണ് എക്സ്പേർട്സ് മീൻസ് വിദഗ്ധർ റെസ്പോണ്ട് ചെയ്തത്, പ്രതികരിച്ചത്? എങ്ങനെയാണ്? നോ വൺ വാസ് ഇൻട്രസ്റ്റഡ്. ആർക്കും ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. ഈവൻ ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ജോണിൻ്റെ ഐഡിയയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോലും എന്ത് ചെയ്തില്ല, ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. ആൻഡ് ആസ്ക്ഡ് ജോൺ ടു ഫോർഗെറ്റ് ഇറ്റ്. അവർ ജോണിനോട് എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡിയ എന്ത് ചെയ്യാൻ മറന്നേക്കാൻ പറഞ്ഞു. ദേ തോട്ട്, അവരെന്താണ് ചിന്തിച്ചത്? ഇംപ്ലിമെൻറ്റിങ് ഹിസ് ഐഡിയ. അദ്ദേഹത്തിൻ്റെ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത് ഈസ് എ വെരി ഡിഫിക്കൾട്ട് ടാസ്ക്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ദൗത്യമാണ് എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. ആൻഡ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. അതെന്തുമല്ല, പ്രാവർത്തികവുമല്ല. അപ്പോൾ ഒന്നുകൂടി, ജോണിൻ്റെ ഐഡിയയിൽ ആർക്കും എന്തുണ്ടായിരുന്നില്ല, താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഐഡിയ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നും അത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അത് എങ്ങനെയുള്ള ടാസ്ക്കാണ്? വളരെ പ്രയാസകരമായൊരു ദൗത്യമാണെന്നുമാണ് വിദഗ്ധരൊക്കെ വിചാരിച്ചിരുന്നത്. മൂന്നാമത്തെ ചോദ്യം, വൈ ഡിഡ് വാഷിങ്ടൺ ടേക്ക് ചാർജ് ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ്? അപ്പോൾ ചോദ്യം എന്താണ്? എന്തുകൊണ്ടാണ് വാഷിങ്ടൺ എന്ന് പറയുന്നത് ജോൺ റോബ്ലിങ്ങിൻ്റെ മകനാണ്. ഓക്കെ, വാഷിങ്ടൺ റോബ്ലിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ എന്തുകൊണ്ടാണ് വാഷിങ്ടൺ റോബ്ലിംഗ് ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തത്? എന്തുകൊണ്ടാണ് വാഷിങ്ടൺ ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തതെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഉത്തരം നോക്കാം. ഉത്തരം, വാഷിങ്ടൺ ടുക്ക് ചാർജ് ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ് ബിക്കോസ് വാഷിങ്ടൺ ആ കൺസ്ട്രക്ഷൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ബിക്കോസ് എന്തെന്നാൽ ഓഫ് ഹിസ് ഫാദേഴ്സ് ഡെത്ത്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണത്തെ തുടർന്നാണ് അദ്ദേഹം പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ചാർജ് ഏറ്റെടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് മരണം സംഭവിച്ചു. അതുകൊണ്ടാണ്. എങ്ങനെയാണ് മരണം സംഭവിച്ചത്? ട്രാജിക് ആക്സിഡൻറ്റ് അറ്റ് ദ കൺസ്ട്രക്ഷൻ, അല്ലേ? ട്രാജിക് ആക്സിഡൻറ്റ് മീൻസ് വളരെ ദുരന്തപൂർണമായ അപകടം. എവിടെ വെച്ചാണ് നടന്നത്? ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ, ആ തൂക്കുപാലത്തിൻ്റെ നിർമ്മാണ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ വാഷിങ്ടണിൻ്റെ ഫാദറിന് എന്ത് സംഭവിക്കുന്നത്? ഒരു ട്രാജിക് ആക്സിഡൻറ്റ് സംഭവിച്ച് അദ്ദേഹം മരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് വാഷിങ്ടൺ എന്ത് ചെയ്യുന്നത്? ഈ കൺസ്ട്രക്ഷൻ്റെ ചാർജ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നാലാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ ക്രൂ ഗെറ്റ് ബാക്ക് ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ്? എങ്ങനെയാണ് തൊഴിലാളികൾ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വന്നത്? എന്താണ് ഉത്തരം? വാഷിങ്ടൺ കുഡ് മൂവ് ഓൺലി വൺ ഫിംഗർ. വാഷിങ്ടണിന് ഒരു വിരൽ മാത്രമേ അനക്കാൻ സാധിച്ചുള്ളൂ. നമുക്കറിയാം, അല്ലേ? വാഷിങ്ടണിനും അദ്ദേഹത്തിൻ്റെ അച്ഛനെ പോലെ എന്ത് സംഭവിച്ചു? ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഈ ആക്സിഡൻറ്റിന് ശേഷം അദ്ദേഹം ശരീരം മൊത്തം എന്ത് ചെയ്തു? തളർന്ന് കിടപ്പിലായി. ഓക്കെ, പക്ഷേ അദ്ദേഹത്തിന് ഒരു വിരൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റി? ചലിപ്പിക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ, വാഷിങ്ടൺ കുഡ് മൂവ് ഓൺലി വൺ ഫിംഗർ. വാഷിങ്ടണിന് തൻ്റെ ഒരു വിരൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചലിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. ആൻഡ് ദിസ് ഗീവ് ഹിം ആൻ ഐഡിയ. ഇത് അദ്ദേഹത്തിന് എന്ത് നൽകി? ഒരു ഐഡിയ നൽകി, അല്ലേ? അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഹീ കോൾഡ് ഹിസ് വൈഫിനെ വിളിച്ചു. ആരാണ് വൈഫ്? എമിലി. ആൻഡ് ടാപ്ഡ് ഓൺ ഹെർ ആം. അപ്പോൾ എന്ത് ചെയ്തു? അവരുടെ എമിലിയുടെ കയ്യിൽ എന്ത് ചെയ്തു? ടാപ്പ് ചെയ്തു. ടാപ്പ് മീൻസ് തട്ടുക എന്നാണ്. ഓക്കെ, ടാപ്പ് ചെയ്തു. എന്താണ് ടാപ്പിംഗ് കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കിയത്? ഇൻഡിക്കേറ്റിംഗ്, സൂചിപ്പിച്ചത് എന്താണ്? ഹെർ ടു കോൾ ബാക്ക് ദ ക്രൂ. അദ്ദേഹം അങ്ങനെ കയ്യിൽ തട്ടിയതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്?
അദ്ദേഹത്തിൻ്റെ ക്രൂ, അതായത് തൊഴിലാളികളെയും എൻജിനീയേഴ്സിനെയും കോൾ ബാക്ക്, തിരിച്ച് വിളിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തത്. ഷീ കൺവേഡ് ഹിസ് ഇൻസ്ട്രക്ഷൻസ് ടു ദ എൻജിനീയേഴ്സ്. അപ്പോൾ വൈഫ് എന്ത് ചെയ്തു? കൺവേഡ് മീൻസ് അറിയിക്കുക. എന്തറിയിച്ചു? ഹിസ് ഇൻസ്ട്രക്ഷൻസ്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ, ടു ദ എൻജിനീയേഴ്സ്, നിർദ്ദേശങ്ങൾ എൻജിനീയേഴ്സിന് നൽകി. ആൻഡ് സൂൺ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ് സ്റ്റാർട്ടഡ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്തു? ആ പാലത്തിൻ്റെ പണി തുടങ്ങി. ഓക്കെ, 5ാമത്തെ ചോദ്യം. ദ ബ്രിഡ്ജ് ഈസ് എ ടെസ്റ്റ് മണി ടു മെനി തിങ്സ് ഇൻ ലൈഫ്. വാട്ട് ആർ ദേ? അപ്പോൾ ഈ പാലം ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ടെസ്റ്റ് മണി മീൻസ് സാക്ഷ്യം വഹിക്കുക എന്നാണ്. വാട്ട് ആർ ദേ? അതെന്തൊക്കെയാണ്? ഈ പാലം 3 കാര്യങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ദ വിക്ടറി ഓഫ് ജോൺ ആൻഡ് വാഷിങ്ടൺസ് സ്ട്രോങ് സ്പിരിറ്റ്, വിൽ പവർ ആൻഡ് ഡിറ്റർമിനേഷൻ. വിക്ടറി ഓഫ് ജോൺ ആൻഡ് വാഷിങ്ടൺസ്, അതായത് ജോണിൻ്റെയും വാഷിങ്ടൻ്റെയും വിജയമാണ്. അതായത് അച്ഛൻ്റെയും മകൻ്റെയും വിജയമാണ്. എങ്ങനെ ഉണ്ടായ വിജയമാണ്? സ്ട്രോങ് സ്പിരിറ്റ്, വിൽ പവർ ആൻഡ് ഡിറ്റർമിനേഷൻ. അപ്പോൾ എന്താണ് സ്ട്രോങ് സ്പിരിറ്റ്? ഊർജ്ജസ്വലത. വിൽ പവർ ഇച്ഛാശക്തി. ആൻഡ് ഡിറ്റർമിനേഷൻ മീൻസ് ദൃഢനിശ്ചയം. അപ്പോൾ അവരുടെ ഊർജ്ജസ്വലതയും ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും കൊണ്ടാണ് അവർക്ക് വിജയം സാധ്യമായത്. ആർക്കൊക്കെ? ജോണിനും മകനായ വാഷിങ്ടണിനും. 2ാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഓൾസോ എ ട്രിബ്യൂട്ട് ടു ദ എൻജിനീയേഴ്സ്. ഈ പാലം തൊഴിലാളികൾക്കും എൻജിനീയേഴ്സിനുമുള്ള ഒരു ആദരവാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഹൂ ഹാഡ് ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ് ഇൻ എ മാൻ. അവർക്ക് എന്തുണ്ടായിരുന്നു? ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ് മീൻസ് രണ്ടും വിശ്വാസം എന്നാണ് അർത്ഥം. ഓക്കെ, വിശ്വാസമുണ്ടായിരുന്നു. ആരിൽ? ഒരു മനുഷ്യനിൽ. ഹൂ വാസ് ഹാഫ് പാരലൈസ്ഡ്. പാതി തളർന്ന ഒരു മനുഷ്യനെ ആര് വിശ്വസിച്ചു? ഈ എൻജിനീയേഴ്സും അതുപോലെ ക്രൂ, തൊഴിലാളികളും വിശ്വസിച്ചു. ഹൂ വാസ് കൺസിഡേർഡ് സില്ലി ബൈ ഹാഫ് ഓഫ് ദ വേൾഡ്. പക്ഷേ ലോകം മുഴുവൻ എങ്ങനെ കരുതിയ ഒരാളാണ്? നിസാരനെന്ന് കരുതിയ ഒരാളെ, ഹാഫ് പാരലൈസ്ഡ് ആയിട്ടുള്ള പാതി തളർന്ന ഒരാളെ ആര് വിശ്വസിച്ചു? ഈ എൻജിനീയേഴ്സും അതുപോലെ തൊഴിലാളികളും വിശ്വസിച്ചു. അങ്ങനെയുള്ള എൻജിനീയേഴ്സിനും തൊഴിലാളികൾക്കും ഉള്ളൊരു ട്രിബ്യൂട്ടാണ്, ആദരവാണ് ഈ പാലം. 3ാമത്തെ പോയിന്റ്, ടു ദ ലവ് ആൻഡ് അഫെക്ഷൻ ഓഫ് എമിലി ടുവേർഡ്സ് ഹർ ഹസ്ബൻഡ്. വാഷിങ്ടൻ്റെ ഭാര്യയായ എമിലിക്ക് വാഷിങ്ടണിനോടുള്ള എന്താണ്? സ്നേഹവും അതുപോലെ ആദരവിൻ്റെയും പ്രതീകമാണ് ഈ പാലം. അപ്പോൾ ഈ 3 പോയിൻ്റാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യോത്തരങ്ങളും നമ്മൾ നോക്കി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്